ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ കക്ക ഇറച്ചിയാണ്. കക്ക ഇറച്ചി തോടൊക്കെ കളഞ്ഞ് അങ്ങനെ കിട്ടിയതാണ്. അതിൻ്റെ ആ സൈഡ് ഭാഗത്തൊരു ബ്ലാക്ക് കണക്കുണ്ട്. അത് നമ്മൾ ഞെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വേസ്റ്റ് പുറത്ത് വരും. അത് എടുത്ത് കളഞ്ഞിട്ടും എടുക്കുന്നവരുണ്ട്, അല്ലാതെ എടുക്കുന്നവരുണ്ട്. അതൊക്കെ നമ്മുടെ ഓരോ ഇഷ്ടം സൗകര്യവും പോലെ. ഇത് വേസ്റ്റ് ക്ലീൻ ആക്കിയതാണ്. ഇതാണ് വേസ്റ്റ്. എന്നിട്ട് ഈ കക്ക നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാൻ വെക്കണം. അതിരുന്ന് വേകുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് സവാളയും എല്ലാം കൂടെ അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. കുറച്ച് തേങ്ങാക്കൊത്തും ഒരു ചട്ടി എടുത്ത് വെച്ചിട്ട് കുറച്ച് കടുകും കുറച്ച് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയിട്ട് അത് നല്ലതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ തേങ്ങാക്കൊത്തിടണം. തേങ്ങാക്കൊത്തിട്ട് കുറച്ച് സമയം അത് നല്ല ബ്രൗൺ കളറാകുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് സമയം മതി, തീ കുറച്ചിട്ട് ഇളക്കുന്നതായിരിക്കും നല്ലതല്ലേ, കരിഞ്ഞു പോകും. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂക്കുമ്പോഴത്തേക്ക് സവാള ഇട്ട് കൊടുത്ത് പിന്നെ ഇളക്കണം. അതിനുശേഷം ഇത് അടച്ച് വെച്ച് വേവിക്കണം. അങ്ങനെ വെന്ത് ഒരുവിധം മൂത്ത് വരുമ്പോഴത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പെരിഞ്ജീരകം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മസാല, ബീഫോ ചിക്കനോ ഏതെങ്കിലും ഒരു മസാല അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് ഇളക്കണം. അത് ആ ഒരു മസാല നന്നായിട്ട് ആ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വേവിച്ച് വെച്ച കക്ക തട്ടിയിടണം. കക്ക അതിനകത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കണം. എന്നിട്ട് മൂടി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്നു ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ സ്പെഷ്യൽ കക്ക ഇറച്ചി റെഡി. ചോറിൻ്റെ കൂടെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഇന്ന് ചപ്പാത്തിയിലൂടെയും വേണമെങ്കിൽ കഴിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.